പ്രതിസന്ധികളോട് പൊരുതി ജീവിതത്തിൽ മുന്നേറുന്ന ഒരു കൗമാരക്കാരനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വയനാട് മാനന്തവാടി സ്വദേശി പ്രതീഷ് ചെറിയ പ്രായത്തിൽ ഗുരുതരമായ അസുഖവും ശാരീരിക ബുദ്ധിമുട്ടുകളും വേട്ടയാടിയിട്ടും തോൽക്കാത്ത പ്രതീഷിന് ഇനി മുന്നോട്ടു പോകാൻ സമൂഹത്തിന്റെ കൂടി സഹായം വേണം. മാനന്തവാടി പിലാക്കാവ് സ്വദേശിയാണ് പ്രതീഷ്. എല്ലാ കുട്ടികളെയും പോലെ പഠിച്ചും കളിച്ചും നടന്ന കുട്ടി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കിടെ വന്ന കാലുവേദന ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ ജീവിതം മറ്റൊരു ദിശയിലായി. കീമോതെറാപ്പി കഴിഞ്ഞ കാലിന് കമ്പിയിട്ടു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിനിടെ അണുബാധയെ തുടർന്ന് കാൽ തന്നെ നഷ്ടമായി. പക്ഷേ എന്നിട്ടും വീടിനുള്ളിൽ ഒതുങ്ങാൻ പ്രതീഷ് കൂട്ടാക്കിയില്ല. കഠിനമായ പരിശീലനത്തിലൂടെ ബോഡി ബിൽഡിങ്ങിൽ മുന്നേറി ജില്ലാ ചാമ്പ്യനുമായി. +2 പഠനം പൂർത്തിയാക്കിയ പ്രതീഷിന് BCA കോഴ്സിന് ചേരാനാണ് താല്പര്യം. പക്ഷേ അതിന് സാമ്പത്തിക സഹായം വേണം. പഴയ കൃത്രിമക്കാൽ പാകമല്ലാതായി, പുതിയത് വാങ്ങണം. ഒരു കാല് വെച്ചിട്ടുണ്ടായി. ആ കാലിപ്പോൾ 1.5 വർഷം കൊണ്ട് ആ കാലിന് നടക്കുമ്പോൾ വ്യത്യാസം അറിയുന്നുണ്ട്. പിന്നെ അത് ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത കാലാണ്. ഇപ്പോൾ അതിനൊരു റോബോട്ടിക് കാല് വെക്കണം എന്നുള്ളതാണ് പരിപാടി. 10 ലക്ഷം രൂപ ചിലവുണ്ട്. ഇവരിപ്പം +2 കഴിഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്താണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അവിടെ തന്നെയുള്ള ഓട്ടോബോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അത് കേരളത്തിൽ 2 സ്ഥലത്തും കണ്ട് ഉള്ളൂന്നാണ് തോന്നുന്നത്. ഒന്ന് എറണാകുളത്തും ഒന്ന് ട്രിവാൻഡ്രത്തും. അപ്പോൾ അവിടെ പോയി എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തായിരുന്നു നമ്മൾ. അറൗണ്ട് ഒരു 10 ലാഖ് വരും. പോരാടാനുള്ള നിശ്ചയദാർഢ്യത്തിനൊപ്പം സമൂഹത്തിന്റെ ചെറിയ പിന്തുണ കൂടിയുണ്ടെങ്കിൽ ഇനിയും ഉയരങ്ങൾ കീഴടക്കാനാകുമെന്ന് ഉറപ്പുണ്ട് പ്രതീഷിന്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ നമുക്കൊപ്പം ചേരുകയാണ്. കമൽ, പ്രതീഷിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിസന്ധികളൊന്നുമല്ല അല്ലേ ജീവിതത്തിൽ ഉണ്ടായത്. ഒരു കാല് വരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴൊക്കെയും അതിനെയൊക്കെ പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുകയാണ് പ്രതീഷ്. പക്ഷേ ഇനി സമൂഹത്തിന്റെ ഒരു സഹായം കൂടി, ഒരു പിന്തുണ കൂടി പ്രതീഷിന് വേണം എന്നതാണ് ഒരു കാര്യം അല്ലേ? സന്ധ്യ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധികളാണ് ഒരു കൗമാരക്കാരൻ്റെ ജീവിതത്തിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫുട്ബോൾ കളിക്കുമ്പോൾ കാലിനൊരു വേദന വരുന്നു. അങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുന്നു. പിന്നീടാണ് അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് കാലിൽ കമ്പിയൊക്കെ ഇട്ട് ഏകദേശം ഒരു റിക്കവറായി തിരിച്ചു വരാം എന്ന് കരുതുന്ന ഘട്ടത്തിലാണ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ആ കാല് തന്നെ നീക്കം ചെയ്യേണ്ടി വന്നു. ആരും തളർന്നു പോകും. പ്രത്യേകിച്ച് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രതീക്ഷ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. കഠിനമായ പരിശീലനം, ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെ ഭക്ഷണക്രമവും പരിശീലനവും ഒക്കെ ആയാലാണ് ഒരു ബോഡി ബിൽഡിങ്ങിനൊക്കെ നമുക്ക് ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ കഠിനമായി പരിശ്രമിച്ച് അതിൻ്റെ എല്ലാ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്ത് അങ്ങനെ ജില്ലാതലത്തിൽ ഒരു ചാമ്പ്യൻ പട്ടം കിട്ടുന്ന ലെവലിലേക്ക് പ്രതീക്ഷ വന്നു. അത് ഒരു വലിയൊരു പോരാട്ടം തന്നെയാണ്. കാരണം നമ്മൾ ആ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, പോരാടി തന്നെയാണ് അതിലേക്ക് വന്നത്. എന്തായാലും ഇപ്പോൾ +2 പാസ്സായി ഇരിക്കുകയാണ്. ഇനിയൊരു കോഴ്സ് BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിരുദത്തിന് പോകണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ അതിന് സാമ്പത്തിക ചെലവുണ്ട്. അതുപോലെ +1 പഠിക്കുമ്പോൾ വാങ്ങിച്ച കൃത്രിമ കാലാണ് ഉപയോഗിച്ചിരുന്നത്. അതും മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പിന്തുണ കൂടി പ്രതീക്ഷയും കുടുംബവും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇനിയും പൊരുതി ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഒരു ഉറച്ച ആത്മവിശ്വാസം പ്രതീഷിനുണ്ട്. അതിന് ഒരു ഈ സ്റ്റോറി ഒരുപാട് പേരിലേക്ക് പ്രതീഷിന്റെ സ്റ്റോറി എത്തണം. അർഹിക്കുന്ന പിന്തുണ എല്ലായിടത്തു നിന്നും പ്രതീഷിന് കിട്ടണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. പ്രതീക്ഷ ചെറിയൊരു സംഭവമൊന്നുമല്ലല്ലേ ജീവിതത്തിലൂടെ കടന്നു പോയത്. വലിയ വലിയ പ്രതിസന്ധികൾ, അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. കാല് നഷ്ടമായിട്ടും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാനൊന്നും പ്രതീക്ഷ തയ്യാറായിട്ടില്ല. ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു കാല് നഷ്ടമായിട്ടും ആ അവശതകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പ്രതീക്ഷ ഇങ്ങനെ ജീവിതത്തിലേക്ക് മുന്നേറുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കണമെന്ന് പ്രതീക്ഷന് ആഗ്രഹമുണ്ട്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് അതൊക്കെ സഹായിക്കാൻ മറ്റുള്ളവർ, കൂടെയുള്ളവർ കൂടി തയ്യാറാകണം എന്നൊരു കാര്യമാണ്. ഈ സ്റ്റോറി ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്ന് അങ്ങനെ തന്നെ നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ശരി.